ഫളീലത്തുകൾ ഏറെ നിറഞ്ഞിട്ടുള്ള ഈ മുഹറം മാസത്തിൻ്റെ പകുതിയോടുകൂടി 3 നോമ്പുകൾ നമ്മളിലേക്ക് വരികയാണ്. പല ആളുകൾക്കും അറിയാമായിരിക്കും മുഹറം 15, പല ആളുകൾക്കും അറിയില്ല എന്താണ് ഈ നോമ്പിൻ്റെ പ്രത്യേകത, അതിൻ്റെ നിയ്യത്ത് എങ്ങനെയാണ്. നമുക്ക് വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. ഇത് കേൾക്കുമ്പോൾ പല ആളുകളും ചോദിക്കും, ഉസ്താദെ ഈ നോമ്പിൻ്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ, മുഹറം എന്ന് പറഞ്ഞാൽ റമദാൻ പോലെ എല്ലാ ദിവസവും നോമ്പ് പിടിക്കൽ നിർബന്ധമാണോ? പല ആളുകൾക്കും ഒരു വിഷമമാണ് ഈ നോമ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ. മുഹറം 9-നും 10-നും ഞങ്ങൾ പിടിച്ചിരുന്നു ഉസ്താദെ, ഇനിയും എന്തിനാ പിടിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാവും. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ വീഡിയോക്ക് താഴെ വളരെയധികം വിഷമത്തോടെ സങ്കടത്തോടെ എഴുതുന്ന ഒരു ദുആ വസിയത്താണ്, ഉസ്താദെ ഒരുപാട് കടങ്ങളുണ്ട്, കടം മാറാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ കടം മാറാൻ ഏറ്റവും പവർഫുള്ളായ ഒരു ദിക്റാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും ഒരുപാട് തസ്ബീഹുകളും നമ്മൾ ചൊല്ലുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു ദിക്റിനെ പറ്റി ഇന്ന് നമ്മൾ പറയുകയാണ്. ആ ദിക്ർ നമ്മൾ ചൊല്ലിയാൽ ശൈത്വാന്റെ ശർറിനെ തൊട്ട് അല്ലാഹു കാക്കുമെന്ന് മഹാന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തി വെക്കുകയാണ്. ഏതാണ് ആ ചെറിയ ദിക്ർ? അതെങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, ശ്രേഷ്ഠമായ മുഹറം മാസത്തിൻ്റെ പരിപാവനമായ മുഹറം 9, 10, 11 ദിവസങ്ങൾ നമ്മളോട് വിട പറഞ്ഞു കഴിഞ്ഞു. ഈ 3 ദിവസവും നോമ്പെടുത്ത എൻ്റെ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. അതല്ല മുഹറം 9-നും 10-നും നോമ്പെടുത്തവരുണ്ട്. അതല്ല മുഹറം 10-ന് മാത്രം നോമ്പെടുത്തവരുണ്ട്. എങ്ങനെ നോമ്പ് നമ്മൾ എടുത്തിട്ടുണ്ടോ അതെല്ലാം അല്ലാഹു തആല പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ഇന്നും നോമ്പുള്ള ഉമ്മമാരും ഉപ്പമാരും എൻ്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടാകും. ഇന്ന് പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ 12ാമത്തെ ദിവസമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മൾ ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളും, പ്രത്യേകിച്ച് മുഹറം 9-നും 10-നൊക്കെ നമ്മൾ ഒരുപാട് ദിക്റുകൾ ചൊല്ലി, ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞു, ഒരുപാട് ഖുർആൻ പാരായണം നടത്തി. എല്ലാം അല്ലാഹു തആല പോരായ്മകൾ പരിഹരിച്ച് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. അതിൻ്റെയൊക്കെ പ്രതിഫലം അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വിശുദ്ധമായ മുഹറം മാസത്തിൽ 1 മുതലേ നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്താണ്. 30 വരെ അതൊക്കെ സുന്നത്താണ്, നിർബന്ധമല്ല. പ്രത്യേകിച്ച് മുഹറം 9-ന്, മുഹറം 10-ന്, മുഹറം 11-ന് വളരെ ശ്രേഷ്ഠമാണ്. എന്നാൽ ഈ മുഹറം 9-നും 10-നും 11-നും നോമ്പ് പിടിക്കാൻ പറ്റാത്ത ഉപ്പമാരുണ്ടാവാം, ഉമ്മമാരുണ്ടാവാം. അവരുടെ ശ്രദ്ധയിലേക്ക് കൂടിയാണ് ഉണർത്തുന്നത്. അല്ലാത്തവർക്കും പിടിക്കാവുന്നതാണ്. എങ്ങനെ? എല്ലാ അറബി മാസത്തിൻ്റെയും 13, 14, 15 ഈ ദിവസങ്ങളിൽ പ്രത്യേകം നോമ്പ് പിടിക്കൽ സുന്നത്താണ്. അതെല്ലാ അറബി മാസത്തിലും, അത് മുഹറം മാസത്തിലെന്ന് മാത്രമല്ല എല്ലാ അറബി മാസത്തിലും 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് പിടിക്കൽ സുന്നത്താണ്. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഈ മുഹറം 9-ന് 10-ന് ഒന്നും നോമ്പ് പിടിക്കാൻ പറ്റാതെ പോയ, രോഗമായിട്ടോ അല്ലെങ്കിൽ നിസ്കാരമില്ലാതെയൊക്കെ നോമ്പ് പിടിക്കാൻ പറ്റാതെ പോയ ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ മറ്റ് രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പിടിക്കാൻ പറ്റാതെ പോയ ഉപ്പമാരുണ്ടെങ്കിൽ, അവർക്ക് നിങ്ങൾക്കൊരു ഖളാ വീട്ടുന്നത് പോലെ ആ ഒരു നിയ്യത്തിൽ ഈ നോമ്പ് കൂടി പിടിച്ചാൽ പ്രതിഫലം കിട്ടുന്നതാണ്. എങ്ങനെ? മുഹറം 13-ന് നിങ്ങൾ ഇനി നോമ്പ് പിടിക്കാൻ പോവുകയാണ്. വരുന്ന തിങ്കളാഴ്ചയൊക്കെ നിങ്ങൾ നോമ്പ് പിടിക്കുമ്പോൾ എങ്ങനെ കരുതുക? മുഹറം ഏത് ദിവസമാണ്? മുഹറം 14 ആണെങ്കിൽ 14, 15 ആണെങ്കിൽ 15, 16 ആണെങ്കിൽ 16. മുഹറം 15-ൻ്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. അതോടൊപ്പം എനിക്ക് പിടിക്കാൻ പറ്റാതെ പോയ, നഷ്ടപ്പെട്ടു പോയ മുഹറം 10-ൻ്റെ ആശുറാഇൻ്റെ നോമ്പും ഇതിൻ്റെ കൂടെ ഞാൻ പിടിക്കുന്നു എന്ന ഒരു നിയ്യത്ത് കൂടി ആഡ് ചെയ്താൽ നമുക്ക് അല്ലാഹു തആല അതിൻ്റെയും പ്രതിഫലം നൽകും. അത് ഉറപ്പാണ്. ഇത് കേൾക്കുമ്പോൾ പല ആളുകളും ചോദിക്കും, ഉസ്താദെ ഈ നോമ്പിൻ്റെ കാര്യം മാത്രമേ പറയാനുള്ളൂ, മുഹറം എന്ന് പറഞ്ഞാൽ റമദാൻ പോലെ എല്ലാ ദിവസവും നോമ്പ് പിടിക്കൽ നിർബന്ധമാണോ? ഒരു നിർബന്ധവുമില്ല. പല ആളുകൾക്കും ഒരു വിഷമമാണ് ഈ നോമ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ. മുഹറം 9-നും 10-നും ഞങ്ങൾ പിടിച്ചിരുന്നു ഉസ്താദെ, ഇനിയും എന്തിനാ പിടിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാവും. ഇത് നിർബന്ധമല്ല, ഇത് സുന്നത്തായ കാര്യമാണെങ്കിൽ പോലും വളരെ ശ്രേഷ്ഠമാണ്. നമ്മൾ ഹദീസ് പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹീഹായിട്ടുള്ള ഹദീസാണ്, അഫ്ളലു സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം. റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമുള്ള നോമ്പ് അത് മുഹറം മാസത്തിലെ നോമ്പാണ്. അത് മുഹറം 10-ൻ്റെ നോമ്പെന്ന് മാത്രമല്ല, മുഹറം മാസത്തിലെ നോമ്പെന്നാണ്. ഒരുപാട് നോമ്പുകൾ നമുക്ക് ഈ മുഹറം മാസത്തിൽ പിടിക്കുവാൻ പറ്റും. നമ്മുടെ ശരീരത്തിന് ആഫിയത്തുണ്ട്, നമ്മുടെ മനസ്സിന് ത്വാഖത്തുണ്ട് എങ്കിൽ നമുക്ക് ഈ മുഹറം മാസം മുഴുവനും നോമ്പ് പിടിക്കാം. നമുക്ക് റമളാനിലൊക്കെ നഷ്ടപ്പെട്ടു പോയി ഒരുപാട് നോമ്പുണ്ടാകും. അതൊക്കെ ഈ ഒരു മുഹറം മാസത്തിൽ പിടിച്ചു വീട്ടിയാൽ വളരെ ശ്രേഷ്ഠമാണ്, വളരെയധികം പ്രതിഫലമാണ്. ഒരുപാട് പേര്
നമ്മുടെ വീഡിയോക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉസ്താദെ, പരിശുദ്ധമായ മുഹറമാണല്ലോ, പുതുവർഷത്തിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ്, ഒരുപാട് കടങ്ങളുണ്ട്, ഒരുപാട് കടം കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്, എന്താണ് അതിനുള്ള പരിഹാരം? നമുക്കൊന്ന് പരിശോധിക്കാം. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു വാക്കുണ്ട്, വലനബ്ലുവന്നക്കും, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അള്ളാഹു അങ്ങനെയാണ് പറഞ്ഞത്. ഈ അറബി അറിയാവുന്ന ആളുകൾക്കറിയാം, വലനബ്ലുവന്നക്കും, അവിടുത്തെ ആ നൂൻ തഅക്കീദിൻ്റെ നൂനാണ്. നിങ്ങളെ നിശ്ചയമായും അള്ളാഹു പരീക്ഷിക്കുക തന്നെ ചെയ്യും. പരീക്ഷിച്ചേക്കാം എന്നല്ല, പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലനബ്ലുവന്നക്കും ബിശൈഇൻ, ഒരു കാര്യം കൊണ്ട്. ഏതൊക്കെ കാര്യങ്ങൾ? പല പല കാര്യങ്ങളാണ്. ചിലപ്പോൾ അല്ലാഹു തആല നമുക്ക് രോഗങ്ങൾ തന്ന് പരീക്ഷിക്കാം, അല്ലെങ്കിൽ സമ്പത്ത് തന്ന് പരീക്ഷിക്കാം, സമ്പത്തില്ലാതെ പരീക്ഷിക്കാം. അതുപോലെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്നു, അതൊരു പരീക്ഷണമാണ്. നമുക്ക് കച്ചവടങ്ങൾ കുറഞ്ഞു വരുന്നു, അതും ഒരു പരീക്ഷണമാണ്. ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ. പരീക്ഷണങ്ങളില്ലാത്ത ഒരാളും ലോകത്തില്ല. എത്ര വലിയ സമ്പന്നനോട് ചോദിച്ചാലും അയാൾക്കും ഉണ്ടാകും അയാളുടേതായ ജീവിതത്തിൻ്റെ ഒരുപാട് പ്രയാസങ്ങൾ. അങ്ങനെ പരീക്ഷണങ്ങൾ നോക്കുമ്പോൾ അതിൽപ്പെട്ട അള്ളാഹുവിൻ്റെ വലിയൊരു അദാബാണ്, വലിയൊരു ബലാ ആണ് ദൈൻ എന്നുള്ളത്, അഥവാ കടം എന്നുള്ളത്. കടം അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മഹാന്മാരായ സ്വഹാബിമാരിൽ പല ആളുകളും കടക്കെണിയിൽ പെട്ടുപോയി അവസാനം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് ദുആ ചെയ്യിപ്പിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരിക്കൽ മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു, വളരെ ശ്രേഷ്ഠനായ ഒരു സ്വഹാബിയാണ്. അദ്ദേഹം പരിശുദ്ധമായ ദുഹർ നമസ്കാരത്തിൻ്റെ ബാങ്കിന് ശേഷമാണ് സാധാരണ പള്ളിയിൽ വരാറുള്ളത്, നിസ്കരിക്കുന്നതിന് വേണ്ടി, ജമാഅത്തിന് വേണ്ടി. എന്നാൽ കുറച്ച് ദിവസങ്ങൾ ദുഹർ നമസ്കാരത്തിൻ്റെ ബാങ്കിന് മുമ്പേ പള്ളിയിലേക്ക് വന്ന് പള്ളിയുടെ മൂലയിലിരുന്ന് വുളുവെടുത്ത് നിസ്കരിച്ചിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഉറക്കെ ദുആ ചെയ്യുന്നു, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബിയോട് ചോദിച്ചു, എന്താണ് അബൂ ഉമാമ നിൻ്റെ പ്രശ്നം? എന്താണ് ഇങ്ങനെ പതിവില്ലാതെ വന്ന് ഒരുപാട് ദുആ ചെയ്യുന്നുണ്ടല്ലോ, ഒരുപാട് കരയുന്നുണ്ടല്ലോ, എന്താണ് കാരണം? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ, എനിക്കൊരുപാട് കടങ്ങളുണ്ട്. കടമുള്ളതുകൊണ്ട് എൻ്റെ വീടിൻ്റെ വെളിയിലേക്ക് എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ആളുകൾ വന്ന് എന്നോട് തിരിച്ച് പൈസ ചോദിക്കുകയാണ്, എൻ്റെ കയ്യിലാണെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കാനില്ല നബിയെ, ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് ദുആ മാത്രമാണ് അറിയാവുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തോളിൽ കൈയിട്ടിട്ട് പള്ളിയുടെ പുറത്തേക്ക് കൊണ്ടുവന്നു എന്നാണ്. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചതിന് ശേഷം ഒരു ദുആ പറഞ്ഞു കൊടുത്തു. ആ ദുആ മഹാനായ അബൂ ഉമാമ തങ്ങൾ തന്നെ ശേഷം ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട്, ഞാൻ ആ ദുആ ഒരു വാരത്തിൻ്റെ, ഒരാഴ്ചയുടെ ഒരു ദിവസം പറഞ്ഞ് ആ ആഴ്ച മടങ്ങി വന്നപ്പോൾ എൻ്റെ പകുതി കടം അള്ളാഹു വീട്ടി നൽകിയെന്നാണ്. അതായത് ഒരു തിങ്കളാഴ്ചയാണ് ആ ദുആ തുടങ്ങിയതെങ്കിൽ അടുത്ത തിങ്കളാഴ്ച ആയപ്പോൾ പകുതി കടം അള്ളാഹു തആല മാറ്റി നൽകിയെന്നാണ്. അതെങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറയുക ഹദീസിൽ കാണാം, അതെങ്ങനെ വീട്ടി എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ അതിങ്ങനെ ദുആ ചെയ്തപ്പോൾ അള്ളാഹു തആല എൻ്റെ കടം ഇങ്ങനെ മാറ്റിയെന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ദുആയാണ്. ആ ദുആ ഞാൻ രാവിലെയും വൈകുന്നേരവും ഞാനത് പറയുമായിരുന്നു. നമുക്ക് പല ആളുകൾക്കും കാണാതെ അറിയാവുന്ന ദുആയാണ്. പല ഉസ്താദുമാരും നമസ്കാരത്തിന് ശേഷവും അല്ലാത്ത സമയത്തൊക്കെ ദുആ ചെയ്യുന്നൊരു ദുആയാണ്. എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ആ ദുആ ഞാനൊന്ന് പറഞ്ഞു തരാം. നമ്മുടെ വീഡിയോക്ക് താഴെ ഒരുപാട് പേര് കടക്കണിയിൽ പെട്ടുപോയി. നമുക്കിന്ന് പത്രമാധ്യമങ്ങളിൽ വായിക്കുന്നവരാണ്, ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നു. എന്തേ? ഒരൊറ്റ കാരണം, കടക്കണിയിൽ പെട്ടുപോകുന്നു. ലോൺ എടുത്തു, ഒരുപാട് പൈസ പലിശയായി, ഒന്നും കൊടുക്കാനില്ല. അവസാനം ചെയ്യുന്നത് ആ ഭാര്യ മക്കളെയൊക്കെ അനാഥരാക്കിയിട്ട് അവർ ആത്മഹത്യ ചെയ്യുകയാണ്. അല്ലാഹു തആല നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മുടെ വീഡിയോക്ക് താഴെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും അവരുടെ അവസ്ഥകൾ വിശദീകരിക്കുന്നു. ഈ കടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവസ്ഥകൾ വിശദീകരിക്കുന്ന ഒരുപാട് കമന്റുകൾ വായിക്കുമ്പോൾ കണ്ണീരോട് കൂടിയാണ് അത് വായിച്ച് തീർക്കാനാവുക. ചങ്ക് പിടയുന്ന വേദനയോട് കൂടിയായിരിക്കും അവർ ആ കമന്റുകൾ എഴുതി വെക്കുന്നത്. ഉസ്താദേ, ഭർത്താവിന് അസുഖമായിട്ട് കിടപ്പിലാണ്, ഞങ്ങൾക്കാണെങ്കിൽ ഒരുപാട് കടങ്ങളുണ്ട്, എന്ത് ചെയ്യണമെന്നറിയില്ല, കിട്ടുന്ന പൈസ വീടിൻ്റെ ആധാരമൊക്കെ പണയം വെച്ചിട്ട്
വാങ്ങിച്ചിട്ട് ഞങ്ങൾ ആ കിട്ടുന്ന പൈസ കൊണ്ട് ഭർത്താവിൻ്റെ രോഗത്തിനുള്ള ഷിഫാക്ക് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി ഞങ്ങൾ ചിലവഴിക്കുകയാണ്, കടങ്ങൾ ബാക്കിയാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല, പറക്കമുറ്റാത്ത 2 മക്കളാണുള്ളത്, അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ. അതൊക്കെ വായിച്ച് പരിശുദ്ധമായ ഈ മുഹറം മാസം അള്ളാഹുവിൻ്റെ മാസമാണല്ലോ, അതുകൊണ്ട് ഈ ദുആ പറഞ്ഞാൽ ഏതായാലും നമുക്ക് ഇൻഷാ അള്ളാഹ് അതിൽ നിന്നൊരു മോചനം കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് എൻ്റെ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും ആ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. കടം ഒരാൾ ചോദിച്ചാൽ അയാൾക്ക് കടം കൊടുക്കൽ സുന്നത്താണ്. ആ കടം വാങ്ങിച്ചാൽ അയാൾക്ക് തിരിച്ചു പൈസ കൊടുക്കൽ നിർബന്ധവുമാണ്. എങ്ങനെ? കടം കൊടുക്കൽ സുന്നത്തും അത് തിരിച്ചു കൊടുക്കൽ നിർബന്ധവുമാണ്. കാരണം കടം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, കൊടുത്താൽ നമുക്ക് പ്രതിഫലമുണ്ട്. കാരണം അയാളുടെ പ്രയാസഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും, അയാളെ സഹായിച്ചതാണ്. പക്ഷേ ചില ആളുകൾ കടം വാങ്ങിച്ചിട്ട് ഒരൊറ്റ മുങ്ങലാണ്, പിന്നെ അയാളെ മഷിയിട്ടാൽ പോലും കിട്ടൂല. ചില ആളുകൾക്ക് കടം കൊടുക്കാൻ ആളുകൾക്ക് പേടിയാൻ. കാരണം പള്ളിക്കുറ്റിയിൽ പൈസ ഇട്ടതുപോലെ നമ്മൾ കളിയാക്കി പരിഹസിച്ച് പലപ്പോഴും പറയാറുണ്ട്, പള്ളിക്കുറ്റി പൈസ ഇട്ടതുപോലെ പിന്നെ അത് തിരിച്ചു കിട്ടൂല എന്നതുപോലെ ചില ആളുകൾ കടം വാങ്ങിച്ചാൽ പിന്നെ ഞാൻ പൈസ വാങ്ങിച്ച ആളാണ് എന്ന ഒരു മുഖഭാവം അയാളുടെ മനസ്സിലും അയാളുടെ മുഖത്തുണ്ടാവില്ല. ആ ഒരു രീതിയിൽ അങ്ങനെയൊന്നും പാടില്ല. കാരണം നമുക്കത് ഹക്കാണ്. ഈ ദുന്യാവിൽ തന്നെ നമ്മൾ തൗബ ചെയ്താൽ ആ തൗബ സ്വീകരിക്കണമെങ്കിൽ അതിൽ പറയപ്പെട്ടിട്ടുള്ളൊരു ഷർത്താണ് കടം വാങ്ങിച്ചാൽ കഴിയുന്ന വിധത്തിൽ അത് വീട്ടണമെന്നുള്ളത്. പിന്നെ ഒരാൾ കടം വാങ്ങിച്ചു, അയാൾക്ക് അത് തിരിച്ചു തരാനുള്ള സാമ്പത്തിക ശേഷിയില്ല, അല്ലെങ്കിൽ ആ ഒരു സന്ദർഭമില്ല എങ്കിൽ കടം വാങ്ങിക്കപ്പെട്ട ആൾ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഒരാൾക്ക് കുറച്ച് പൈസ കടം കൊടുത്തിട്ടുണ്ട്, ആ കടം വാങ്ങിച്ച ആൾക്ക് അത് വീട്ടിൽ തിരിച്ചു തരാനുള്ള അവസ്ഥയില്ല എങ്കിൽ ഞാൻ അയാൾക്ക് വിടുതി കൊടുക്കണമെന്നാണ്. കുറച്ച് മാസം കൂടി തരാം, അതിനുശേഷം എനിക്ക് തിരിച്ചു തരണം, ഞാനും പ്രയാസത്തിലാണ് എന്ന് നല്ല വാക്ക് പറയലും എന്താണ്, സുന്നത്താണ് എന്നാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് കടക്കാരായി മരിക്കുന്നതിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വേഗത്തിൽ നമുക്ക് ഈ കടങ്ങളൊക്കെ വീട്ടാനുള്ള അവസരങ്ങൾ, സാധ്യതകൾ അള്ളാഹു നമുക്ക് തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതിന് ഉപകാരപ്പെടുന്ന ദുആയാണ്. എന്തുകൊണ്ടും അള്ളാഹു തആല നമ്മുടെ കടങ്ങൾ മാറ്റും. ഇനി പറയുന്ന ഈ ദിക്ർ പറഞ്ഞാൽ ഏതാണ് ആ ദിക്ർ എന്ന് നമുക്ക് നോക്കാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. ഏതാണ് ആ ദുആ? ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. ഒന്നുകൂടി കേട്ടോളി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. റഹ്മാനെ അല്ലാഹുവേ, ഒരുപാട് പ്രയാസങ്ങളുണ്ട് റബ്ബേ, ഒരുപാട് ദുഃഖമുണ്ട്, ഒരുപാട് ഹമ്മ്, ക്ലേശം, വിഷമമുണ്ട്, അതൊക്കെ നീ മാറ്റിത്തരണേ അല്ലാ. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ, മടിയത്തൊട്ട്, മടിയനായി പോകുന്നതിനെ തൊട്ട്, വെറുതെ ഇരുന്ന് സമയം കളയുന്നതിനെ തൊട്ട് അല്ലാഹുവേ എന്നെ നീ കാക്കണേ അല്ലാ. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. റഹ്മാനെ, ഒരുപാട് സമ്പത്തുണ്ട്, പക്ഷേ അത് ദീനിന് വേണ്ടി ചിലവഴിക്കാൻ സാധിക്കുന്നില്ല, ബുഖുലാൻ, പിശുക്കാൻ, അതിനെ തൊട്ട് നീ കാക്കണേ അല്ലാ. വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. അല്ലാഹുവേ, ഒരുപാട് കടങ്ങളുണ്ട്, ഒരുപാട് തീരാത്ത കടങ്ങൾ, തീർത്താൽ തീരാത്ത കടങ്ങൾ. ആ കടത്തിൻ്റെ ആധിക്യത്തെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ്. വഖഹരി റിജാൽ. അല്ലാഹുവേ, ഈ കടക്കാരായ ആളുകൾ വന്ന് അവരുടെ ആധിപത്യം ഞങ്ങളിലേക്ക് സ്ഥാപിക്കുന്നതിന് മുമ്പ്, ചില ആളുകളുണ്ടല്ലോ കടം വാങ്ങിച്ചിട്ട് കടം കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ആ കടം വാങ്ങിക്കപ്പെട്ട ആൾ വന്ന് അവരുടെ വീട് സാധനങ്ങൾ കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ വീട്ടിൽ നിന്നും ആട്ടിപ്പായ്ക്കുന്നു, ബാങ്കിൽ നിന്നും ജപ്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയാണ്. അല്ലാഹുവേ, വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. റഹ്മാനെ, വലിയ കടം, ഗലബത്തി ദൈൻ, വലിയ കടത്തെ തൊട്ടും അതുപോലെ തന്നെ ആ കടക്കാർ വന്ന് ഞങ്ങളോട് കർക്കശ്യം കാണിക്കുന്ന ആ ഒരു സ്വഭാവത്തെ തൊട്ടും അല്ലാ നീ ഞങ്ങളെ കാക്കണേ എന്നാണ് ഈ ദുആഇൻ്റെ അർത്ഥം. ഒന്നുകൂടി പറയാം, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ
وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. ആദ്യം ഇത് കേൾക്കുമ്പോൾ വലിയ പ്രയാസമായിട്ട് തോന്നും. ഒരു പ്രയാസവുമില്ല. ഇത് കേട്ട് മലയാളത്തിൽ എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ദുആ ചെയ്യുക. അല്ലെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലെങ്കിൽ എഴുതിയെടുത്തോ, മനപ്പാടമുള്ളവർ അങ്ങനെയോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തോ, എങ്ങനെയാണെങ്കിലും ഇത് 2-3 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് തന്നെ അത് മനപ്പാടമാകും. ശബ്ദം കേൾക്കുന്ന എൻ്റെ ഉപ്പമാരും എൻ്റെ ഉമ്മമാരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക്, എൻ്റെ ഉമ്മമാർക്ക് ഒരുപാട് പേർക്ക് സംശയമുണ്ടാകും. നിസ്കാരമില്ല ഉസ്താദെ, എന്താണ് ചെയ്യേണ്ടത്? ഒരു പ്രയാസവുമില്ല. ഇതൊന്നും ഖുർആനിക ആയത്തല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഓതാവുന്നതാണ്. അതുകൊണ്ട് ഈ ദുആ ഇങ്ങനെ പറയുക. അല്ലാഹു തആല മഹാനായ അബൂ ഉമാമ തങ്ങളുടെ ആ കടങ്ങൾ മഹാനറിയാതെ അള്ളാഹു മാറ്റിക്കൊടുത്തതുപോലെ ഇത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ കടങ്ങളും അല്ലാഹു തആല മാറ്റി നൽകും. ഇത് പരിശുദ്ധമായ മുഹറം മാസമാണ്. ഒരുപാട് പ്രവാചകന്മാർക്കും അല്ലാത്തവർക്കും അല്ലാഹു ഒരുപാട് അത്ഭുതങ്ങളും ഒരുപാട് നിഅമത്തുകളും കൊടുത്ത മാസമാണ്. അതുകൊണ്ട് നമുക്കും നിഅമത്ത് നൽകും. ഈ കടങ്ങളൊക്കെ മാറി വലിയ സന്തോഷമുണ്ടാവണം. ആ ഒരു നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് ഈ ദുആ നിങ്ങൾ പറയുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസ്ൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹരി റിജാൽ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. കടം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. ഒരാൾ മരിച്ച് മയ്യത്ത് നിസ്കരിക്കുന്നതിന് വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നബി തങ്ങൾ ആദ്യം ചോദിക്കും, ഇദ്ദേഹത്തിന് വല്ല കടവും ബാക്കിയുണ്ടോ? ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടോ? അപ്പോൾ ചില ആളുകൾ പറയും നബിയെ ഒന്നുമില്ല. എങ്കിൽ നബി തങ്ങൾ അപ്പോൾ തന്നെ കൈകെട്ടി നിസ്കരിക്കും. ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ട് എങ്കിൽ ആരാണോ വാങ്ങിക്കാനുള്ളത് അയാളെ കൊണ്ടുവന്ന് പറയിപ്പിക്കും. ഒന്നുകിൽ ഇയാൾക്ക് പൊരുത്തപ്പെട്ട് കൊടുത്തു, അല്ലെങ്കിൽ അയാളുടെ മരിച്ച ആളുടെ അനന്തരാവകാശികളെ കൊണ്ട് അത് സെറ്റിലാക്കും. ഞാൻ കൊടുത്തോളാം എന്ന് മകനെ കൊണ്ട് പറയിപ്പിച്ചിട്ടേ നബി തങ്ങൾ നിസ്കരിക്കാറുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ സാധാരണ പറയാറുണ്ട്, ഒരു മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചാൽ എന്തെങ്കിലും കടങ്ങളൊക്കെ ബാധ്യതകൾ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് പൊരുത്തപ്പെട്ട് കൊടുക്കുക. ഇനി ഏതെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ നിങ്ങൾ മക്കളുമായി ബന്ധപ്പെടുക എന്ന് നമ്മൾ സാധാരണ ഉസ്താദുമാർ പറയാറുണ്ട്. അത് ഈ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് കടക്കാരനായി മരിച്ചാൽ പിന്നെ വലിയ പ്രയാസമാണ്. ഒന്നുകിൽ അയാൾക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കണം, ആ കടം വാങ്ങിക്കപ്പെട്ട ആൾ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ആ മക്കളോ പേരക്കുട്ടികളോ മരുമക്കളോ അത് വീട്ടിൽ കൊടുക്കണം. അല്ലെങ്കിൽ വലിയൊരു പ്രയാസമായിരിക്കും ഖബറിൽ ഉണ്ടാവുക. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതൊന്നുമില്ലാതിരിക്കാൻ ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ദുആക്ക് അള്ളാഹു തആല വലിയ ശ്രേഷ്ഠത നൽകുന്ന ഈ സമയത്ത് നമുക്ക് ഈ ദുആ പറയാവുന്നതാണ്. അതുകൊണ്ട് ഈ ദുആ ഒരുപാട് പറയുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസ്ൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹരി റിജാൽ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ചില ആളുകളുണ്ട്, അവരുടെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതൊന്നും ആരോടും പറയില്ല. അത് നല്ല കാര്യമായിരിക്കും. ഒരു പക്ഷേ നമ്മുടെ പ്രയാസങ്ങൾ എന്തിനാ മറ്റുള്ളവർ അറിയണേ എന്നൊരു തോന്നലുണ്ടാകും. എന്നാൽ ആ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അള്ളാഹിനോട് പറയണമെന്നാണ്. അപ്പം ചില ആളുകൾ ചോദിക്കും, നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹ്ക്ക് നമ്മൾ പറയാതെ തന്നെ അറിയാമല്ലോ ഉസ്താദെ. അങ്ങനെയല്ല. മനുഷ്യനൊരു സ്വഭാവമുണ്ട്, അവനിക്ക് ചോദിക്കും തോറും കൊടുക്കാൻ മടിയാണെന്നാണ്. നമ്മൾ ഒരാളോട് 10 രൂപ ചോദിച്ചു, അയാൾ തന്നു. പിന്നെയും ചോദിച്ചു, പിന്നെയും തന്നു. പിന്നെയും ചോദിച്ചു, പിന്നെയും. 4ാമത് ഇനി ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് തരുക. എന്നാൽ അള്ളാഹ് അങ്ങനെയല്ല. ഒരു പ്രാവശ്യം ചോദിച്ചു, ചിലപ്പോൾ അള്ളാഹ് ആ സമയത്ത് ഉത്തരം തന്നില്ലായിരിക്കാം. പിന്നെയും ചോദിക്കും തോറും അള്ളാഹിനോട് നമ്മൾ പ്രയാസങ്ങൾ തുറന്ന് പറയും തോറും അള്ളാഹുവിന് കൂടുതൽ നമ്മളോട് ഇഷ്ടം തോന്നുകയാണ്. അതുകൊണ്ട് ചില ആളുകൾ ഈ ദുആയൊന്നും അങ്ങനെ പറയാറില്ല. എൻ്റെ പ്രയാസമൊക്കെ പടച്ചോൻ അറിയാമല്ലോ, പടച്ചോൻ അങ്ങനെ തീർക്കട്ടെ. അങ്ങനെ ഒരു ബന്ധമല്ല നമുക്ക് അള്ളാഹിനോട് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്, ചെരുപ്പിൻ്റെ വാറ്, നമ്മൾ ഇടുന്ന ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പോലും അള്ളാഹ് എൻ്റെ ചെരുപ്പ് പൊട്ടി എന്ന് പറയണമെന്നാണ്. അള്ളാഹ് എൻ്റെ ചെരുപ്പ് പൊട്ടി. കാരണം ചെരുപ്പ് നമ്മൾ ധരിക്കുമ്പോൾ നമ്മുടെ കാലിനോട് നമ്മുടെ ശരീരത്തോട് എത്രമാത്രം ചേർന്നിരിക്കുന്നു, അതിനേക്കാൾ ചേർന്നിരിക്കുന്നവനാണ് പടച്ചവൻ. അതുകൊണ്ട് അള്ളാഹിനോട് പറയണമെന്ന്. എന്ത് കാര്യമുണ്ടെങ്കിലും അള്ളാഹിനോട് പറയുക. അത് കടമാവട്ടെ, എന്ത് പ്രയാസമാവട്ടെ, രോഗമാവട്ടെ, അള്ളാഹ് ഇത് നീ മാറ്റിത്തരണേ അള്ളാഹ് എന്ന് നമ്മൾ ദുആ ചെയ്യണം. നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ദുആ, ഈ ഒരു ദിക്ർ, അത് നമുക്ക് ദിക്റായിട്ട് പറയാം. നമ്മൾ നടക്കുന്ന സമയത്തും ഇരിക്കുന്ന സമയത്തൊക്കെ ദിക്റായിട്ട് പറയാം. അതോടൊപ്പം തന്നെ നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹുവേ 2 റക്അത്ത് നിസ്കരിച്ച് അതുപോലെ കുറച്ച് ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് നമ്മൾ സ്വലാത്തും ഹംദൊക്കെ പറഞ്ഞിട്ട് നല്ല മലയാളത്തിൽ
നമ്മൾക്ക് ഇങ്ങനെ പറയാം, അള്ളാഹുവേ പടച്ചോനെ ഒരുപാട് കടമുണ്ട് റബ്ബേ, അതൊക്കെ നീ വീട്ടിൽ തരണേ അല്ലാ, കടക്കാരനായി നീ എന്നെ മരിപ്പിക്കല്ലേ അല്ലാ, ഞാൻ മരിച്ചു കഴിഞ്ഞാലും എൻ്റെ മക്കളെ ഇടങ്ങേറാക്കുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ എന്നൊക്കെ ഇങ്ങനെ മനസ്സറിഞ്ഞ് പറയുക. അതോടൊപ്പം തന്നെ അറബിയിൽ ഈ പറയുന്ന ദുആ ഒരു പേപ്പറിൽ എഴുതിയിട്ട് അതിങ്ങനെ നോക്കി ദുആ ചെയ്താൽ മതി. കാരണം ഇത് ഹദീസിലുള്ള നബിതങ്ങളുടെ നാവ് കൊണ്ട് പറഞ്ഞ ഒരു ദിക്റാണ്. അത് പറയുന്നതിന് പ്രത്യേക ശ്രേഷ്ഠതയാണ്. അതുകൊണ്ട് ഈ ദിക്ർ എഴുതി നമുക്ക് മലയാളത്തിൽ അതിങ്ങനെ 1-2 പ്രാവശ്യം പറയുമ്പോൾ തന്നെ നമുക്കത് മനഃപ്പാടമാകും. ആ ദുആ ഇങ്ങനെ പറയുക. അല്ലാഹു തആല നമ്മുടെ കടങ്ങളൊക്കെ മാറ്റി സുഖവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഈ ശൈത്വാന്റെ ഷർറിൽ നിന്നും കാവൽ കിട്ടാൻ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പോം വഴിയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. 2 വഴികളാണ്. രാവും പകലും നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ശൈത്വാനിൽ നിന്നുള്ള ഹിഫ്ളാണ്, കാവലാണ്. അതാണ് ഓരോ ഉമ്മയും ഉപ്പയും അള്ളാഹുവിനോട് ദുആ ചെയ്തു വാങ്ങേണ്ടത്. ശൈത്താൻ്റെ ഷർറ് ഇല്ല എങ്കിൽ പിന്നെ നമുക്ക് ഇബാദത്തുകൾ ചെയ്യാൻ വലിയ ആവേശമായിരിക്കും. നമുക്ക് സുബഹിക്ക് എഴുന്നേക്കാൻ ഒരുപാട് മടി, തലേന്ന് രാത്രി ഒരുപാട് ക്ഷീണം കൊണ്ടാണ് കിടക്കുന്നത്. പക്ഷെ സുബഹിക്ക് എഴുന്നേക്കാൻ അതുപോലെ അലാറം വെച്ചിട്ടുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എഴുന്നേക്കാൻ ഒരു പ്രയാസമാണ്. എന്തേ? നമുക്ക് ശൈത്വാൻ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ആ ശൈത്താനെ ഓടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഉറക്ക ചടവിൽ നിന്നും എഴുന്നേറ്റ് നിസ്കരിക്കുവാൻ പറ്റും. അതുപോലെ പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്. പക്ഷേ പാവപ്പെട്ടവനെ കാണുമ്പോൾ അതിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് കൊടുക്കാൻ നമുക്ക് മടി വരുന്നു. എനിക്ക് അവിടെ കൊടുക്കേണ്ടതാണ്, ഇവിടെ കൊടുക്കേണ്ടതാണ്, അങ്ങനെ ഒരുപാട് ചിന്തകൾ വരുന്നു. എന്തേ കാരണം? ശൈത്വാന്റെ ഷർറുണ്ട്. ശൈത്വാന്റെ ഷർറിനെ തൊട്ട് കാവൽ കിട്ടാൻ മഹാന്മാരായ ഉലമാക്കൾ, ഹദീസുകൾ പഠിച്ച ഒരുപാട് ഉലമാക്കൾ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള 2 കാര്യത്തിൽ ആദ്യത്തെ കാര്യം പറയാൻ പോകുന്നു. ഒരു ചെറിയ ദിക്റാണ്. ഈ ദിക്ർ ഒരു മനുഷ്യൻ രാവിലെ സുബ്ഹി നമസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം ഇത് പറഞ്ഞാൽ അവനിക്ക് അല്ലാഹു തആല വൈകുന്നേര സമയം വരെ അള്ളാഹുവിൻ്റെ മലക്കുകളുടെ കാവൽ നൽകുമെന്നാണ്, ഹിഫ്ള് നൽകുമെന്നാണ്, ശൈത്വാന്റെ ഷർറിനെ തൊട്ട് അല്ലാഹു കാക്കുമെന്നാണ്. ഒരു മനുഷ്യൻ അസർ നമസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ മഗ്രിബ് നമസ്കാരത്തിന് ശേഷമാണ് ഈ 3 പ്രാവശ്യം ഈ ദിക്ർ പറയുന്നതെങ്കിൽ അല്ലാഹു തആല സുബ്ഹിയുടെ സമയം വരെ, സുബ്ഹി കഴിയുന്നത് വരെ മലക്കുകളുടെ കാവൽ അവനിക്ക് കൊടുക്കുമെന്നാണ്. അപ്പോൾ വളരെ ശ്രേഷ്ഠമുള്ള ഒരു ചെറിയൊരു ദിക്റാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ദിക്റാണ്. ഏതാണ് ആ ദിക്ർ? ശൈത്വാന്റെ ഷർറിനെ തൊട്ട് വസ്വാസുകൾ മാറാൻ, അതുപോലെ അശ്ലീലമായ മോശപ്പെട്ട ചിന്തകൾ വരുമ്പോൾ അതിൽ നിന്നെല്ലാം ഒഴിവാകാൻ, അതുപോലെ തന്നെ ഈമാൻ സലാമത്തായി നമുക്ക് മരണപ്പെടാൻ ഉലമാക്കൾ പറഞ്ഞു തന്ന ചെറിയൊരു ദിക്റാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി കാണാം. മൻ ഖാല, ഒരുവൻ പറഞ്ഞാൽ. എന്താ പറയുന്നത്? റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ ദഖലൽ ജന്ന. ഇതാണ് ഹദീസ്. മൻ ഖാല, ഒരുവൻ പറഞ്ഞാൽ, റളീതു, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ. എന്താ അതിൻ്റെ അർത്ഥം? റളീതു, ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ബില്ലാഹി റബ്ബ, അല്ലാഹുവാണ് എൻ്റെ രക്ഷിതാവ്, അല്ലാഹുവാണ് എൻ്റെ എല്ലാ കാര്യവും നടത്തി തരുന്നത്. അല്ലാഹ് അല്ലാതെ വേറെ ആരും ഒന്നും നടത്തി തരാനില്ല, പടച്ചവനാണ് എല്ലാം നടത്തി തരുന്നത്. വബിൽ ഇസ്ലാമി ദീനൻ, എൻ്റെ പുണ്യമാക്കപ്പെട്ട മതം അത് ഇസ്ലാം ദീനാൻ. വേറെ ഒരുപാട് മതങ്ങളുണ്ട്, ഒരുപാട് സംഘടനകളുണ്ട്, അതൊക്കെ മാറ്റിവെച്ച് എൻ്റെ മതം, എൻ്റെ സംഘടന അതേതാണ്? ഇസ്ലാം എന്ന മതമാണ്, ഇസ്ലാം എന്ന സംഘടനയാണ്. പിന്നെയോ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എൻ്റെ നബിയെ, എൻ്റെ റസൂല്, അത് മുത്തായ റസൂലാണ്. ഈ ഒരു ശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്ർ 3 പ്രാവശ്യം സുബ്ഹി നമസ്കാരത്തിന് ശേഷം പറഞ്ഞാൽ, അല്ലെങ്കിൽ അസർ നമസ്കാരം അല്ലെങ്കിൽ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പറഞ്ഞാൽ അവനിക്ക് അല്ലാഹുവിൻ്റെ കാവലുണ്ടാകും. അതുപോലെ അവൻ ഈ സമയത്തെങ്ങാനും മരണപ്പെട്ടാൽ വലിയ പ്രതിഫലം, ഹുസ്നുൽ ഖാത്തിമത്ത് അല്ലാഹു അവനിക്ക് കൊടുക്കും. വസ്വാസിനെ തൊട്ട് അല്ലാഹു കാവൽ നൽകുമെന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന സ്നേഹമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, ഇപ്പോൾ തന്നെ നമ്മളത് മനഃപ്പാഠമാക്കി വെക്കുക. നിങ്ങൾക്ക്
സ്ക്രീനിൽ കാണാം. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ. ചില കിതാബുകളിലൊക്കെ വേറെ രൂപത്തിൽ കാണാം. റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബിമുഹമ്മദിൻ നബിയ്യ, അങ്ങനെയും കാണാം. അങ്ങനെ ചൊല്ലിയാലും കുഴപ്പമില്ല. നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ അതിൻ്റെ പൂർണ്ണമായ രൂപം ഇതാണ്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ. അപ്പോൾ ഈ ദിക്ർ മറന്നു പോവണ്ട. ഇപ്പോൾ തന്നെ ഇത് കേൾക്കുന്ന ഈ സമയത്ത് തന്നെ ഒരു 3 പ്രാവശ്യമോ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഇത് നിങ്ങൾ പാരായണം ചെയ്യുക, മനഃപ്പാഠമാക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, ഇത് പറഞ്ഞു കൊടുക്കുക. അവരും ചെയ്യട്ടെ, നമ്മുടെ മക്കളും ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ കാവലുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ഓതിയാൽ കിട്ടുന്ന എന്തെല്ലാം പ്രതിഫലങ്ങളുണ്ടോ അത് മുഴുവനും കരസ്ഥമാക്കുവാൻ, പ്രത്യേകിച്ച് നമ്മൾ ഈ ചെയ്യുന്ന ഈ പ്രവൃത്തി കാരണം അള്ളാഹു തആല നമുക്ക് ഹുസ്നുൽ ഖാത്തിമത്ത്, നല്ല അന്ത്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കടത്തിൻ്റെ കാര്യം മാത്രമല്ല, നമുക്കൊരുപാട് വീടില്ല, അതുപോലെ മക്കളെ കെട്ടിക്കാനുണ്ട്, മക്കളില്ല, അതുപോലെ ജോലിയുടെ കാര്യം ശരിയാവുന്നില്ല. പ്രവാസികളായ ഒരുപാട് സഹോദരന്മാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അവർക്കൊരുപാട് പ്രയാസങ്ങളുണ്ട്. എല്ലാ പ്രയാസങ്ങളും അള്ളാഹിനോട് ചോദിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് വീഡിയോയുടെ താഴെ ഏറ്റവും കൂടുതൽ വരുന്നത് ഈ പ്രയാസങ്ങൾ, രോഗങ്ങളുമായി ബന്ധപ്പെട്ടാണ്. എന്ത് രോഗമാണോ പടച്ചോനോട് പറയുക, അത് മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ് എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു തആല ശിഫ നൽകും. നമ്മൾ ചോദിക്കണം. കാരണം അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ രോഗം ശിഫയാക്കി കൊടുത്ത ഒരു മാസമാണ് ഈ മുഹറം മാസം. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു തആല നമുക്ക് എല്ലാവിധത്തിലുള്ള ഖൈറുകളും നൽകും. അള്ളാഹു നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ കുടുംബം, നമ്മുടെ ഈ ഒത്തുചേരൽ, നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് അള്ളാഹു തആല നമ്മുടെ സ്വർഗത്തിലും ഇതേ രൂപത്തിൽ, ഇതിനേക്കാൾ മെച്ചപ്പെട്ട രൂപത്തിൽ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള സൗഭാഗ്യം നൽകുമാറാവട്ടെ. നിങ്ങൾ ഈ കാണുന്ന വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും അറിയട്ടെ, അവരും കാണട്ടെ, അവരും പഠിക്കട്ടെ, അവരും ജീവിതത്തിൽ പ്രാവർത്തികമാക്കട്ടെ. അത് നമുക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. അള്ളാഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കമൻറ്റിലൂടെ ആരൊക്കെ ദുആ വസിയ്യത്ത് പറഞ്ഞിട്ടുണ്ടോ മുഴുവൻ ആളുകളുടെയും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. കടങ്ങളെ മാറ്റുമാറാവട്ടെ. രോഗങ്ങൾക്ക് ശിഫാ കൊടുക്കട്ടെ. ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. അതുപോലെ മരണപ്പെട്ടുപോയവർക്ക് അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ.